ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്നും ചെയ്ത അൺബോക്സിങ്ങുകളിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആണ്. ആദ്യമായിട്ടായിരിക്കും ഇത്രയും പ്രോഡക്റ്റ് ഒപ്പം അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, ഇത് ഇന്ന് വന്ന പ്രോഡക്റ്റാണ്. ഞാൻ അൺബോക്സ് പോലും ചെയ്യാത്ത സീൽഡ് ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ പ്രോഡക്റ്റ്സ് ആണ്. ഇനിയും കുറേ പ്രോഡക്റ്റ് വരാനുണ്ട്. ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ ഡേക്കും അതുപോലെ തന്നെ ബിഗ് ബില്യൺ ഡേയ്സ് അങ്ങനെയുള്ള കുറേ ഓഫേഴ്സ് വന്നപ്പം വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ് ഇത്. ബിഗ് ബില്യൺ ഡേ കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് എടുത്ത വീഡിയോ തന്നെയാണ് ഇത്. കുറച്ച് കാരണങ്ങളൊക്കെ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത്. ഇന്ന് ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ചോദിച്ച സമയത്ത് ഈ ഒരു വീഡിയോ ഇടണമെന്ന് കുറച്ച് ആളുകൾ പറഞ്ഞിരുന്നു. ആ ഒരു വേസ്റ്റ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതല്ല, ഇതിന്റെ ഒരു ഇരട്ടി ഇനിയും വരാനുണ്ട്. അപ്പോൾ അത് ഓൺ ദി വേ ആണ്. അത് ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയിട്ട് ഡേ 2 ആയിട്ട് നമുക്ക് മറ്റ് സാധനങ്ങൾ അൺബോക്സ് ചെയ്ത എല്ലാം ഈ ഒരു വീഡിയോ തന്നെ ആയിരിക്കും. മേ ബി ചെറിയൊരു ലെങ്ത് കൂടിയ ഒരു വീഡിയോ ആയിരിക്കും. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, ഇപ്പോൾ തന്നെ ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ചില സാധനങ്ങളുടെ ഡീറ്റെയിൽഡ് റിവ്യൂസും വരാനുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് 1 by 1 ആയിട്ട് നോക്കാം. അൺബോക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഒരു സാധനങ്ങളിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളിലൊന്നാണ് ഈ ലോജിടെക്കിൻ്റെ G502 എന്ന് പറയുന്ന ഈ ഒരു മൗസ്. ഓക്കെ, ഈ ഒരു മൗസിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം, വൺ ഓഫ് ദി ബീസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് മൗസാണ്. ഇതിന് കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന് ഞാൻ എന്തായാലും ഒരു ഡെഡിക്കേറ്റഡ് റിവ്യൂ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തതല്ല, ഇതിന് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയതാണ്. ഞാൻ നമ്മുടെ PC ഒന്ന് സെറ്റപ്പ് 2.0 എന്ന് പറയുന്ന ലെവലിൽ ഒരു റീസെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡ്, മൗസ്, അതുപോലെ തന്നെ ടേബിൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ കീബോർഡ് പരിപാടിയൊക്കെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ മൗസും അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബാംഗ്ലൂർ SP റോഡുള്ള നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ ഞാൻ ഇങ്ങനെ ഒരു മൗസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അവർ സ്പോൺസർ എന്നാണ് ഈ ഒരു ഗെയിമിംഗ് മൗസ്. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്, കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു ഇത്. അതുപോലെ തന്നെ അവർ കീബോർഡ് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ അതിന് ഏകദേശം അത്യാവശ്യം കുറച്ച് റൈറ്റ് ആയി. അപ്പോൾ ബഡ്ജറ്റ് ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സാധനം സ്പോൺസർ ചെയ്തത്. പിന്നെ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, SCL ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും അവർക്കുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ SCL ഗെയിമിംഗ് എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ, നമുക്ക് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സീൽഡ് ആണ്, ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം, കാരണം ഇതൊന്ന് പ്രൊഫഷണലായിട്ട് രീതിയിൽ തന്നെ അൺബോക്സ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സ്പോൺസർഷിപ്പ് ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ട്രൈപോഡ് തന്നെ കേട്ടോ. സിംബെക്സിൻ്റെ VCT 691RM എന്ന് പറയുന്ന ഒരു എന്താ പറയുക ട്രൈപോഡാണ്. ഒരു ഫ്ലൂയിഡ് ട്രൈപോഡാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു അടിപൊളി ട്രൈപോഡാണ്. ഇത് സിംബെക്സിൻ്റെ ട്രൈപോഡാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ട്രൈപോഡുകളിലൊന്നാണ് സിംബെക്സ് ബ്രാൻഡ്. സിനിമ ഫീൽഡുകാരും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സിംബെക്സ്. വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു VCT സീരീസിൽ വരുന്ന ഒരു ട്രൈപോഡാണിത്. ഇത് ഫ്ലൂയിഡ് ട്രൈപോഡാണ് കേട്ടോ, ഭയങ്കര സ്മൂത്താണിത്. സോ എനിവേ, ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം. ഇനി നമുക്ക് അടുത്തത്, ഞാൻ ഒരു മൗസ് പാഡ് വാങ്ങി. ഇത് ഞാൻ അൺബോക്സിങ് ലൈവായിട്ട് ചെയ്തതാണ്. ഒരു Q&A ലൈവ് സ്ട്രീമിൽ ഇത് അപ്പോഴാണ് ഈ ഒരു സാധനം റിസീവ് ആയത്. അപ്പോൾ തന്നെ ഞാൻ എന്താ ലൈവായിട്ട് തന്നെ അൺബോക്സ് ചെയ്തതാണിത്. അപ്പോൾ ഇത് ഞാൻ ഇനി അൺബോക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെയുള്ളത് ഇതെന്താ, ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വേറൊരു സാധനമാണ്. ഇതൊരു ഹോം അപ്ലയൻസ് ആണ്. ഇനിയുള്ളത് നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം തന്നെ, റിംഗ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിംഗ് ലൈറ്റാണ്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു 1000-ൻ്റെ അടിയിലോട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഏകദേശം 9000 ആ റേഞ്ചായിട്ട് ഞാൻ കൊടുത്തു. ഇത് സ്റ്റാൻഡ് കൂടെ കൂടിയതാണ് കേട്ടോ. ഇത് മാത്രം വരുന്നതുകൊണ്ട്, റിംഗ് ലൈറ്റ് മാത്രം വരുന്നതുകൊണ്ട് ഇത് അതിൻ്റെ വിത്ത് സ്റ്റാൻഡുള്ള സാധനമാണ്. വലിയ ഹൈറ്റ് ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇത് ഇനിയും പൊക്കാൻ പറ്റും തോന്നുന്നു. ഇത് എക്സ്പെക്ട് ചെയ്തില്ലാതെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് റൂഫിൽ തട്ടാനായിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൽ റിംഗ് ലൈറ്റ് ഇതിലൊന്ന് ഇതാക്കി നോക്കാം, അറ്റാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈനലി ഇത് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇതാ ഇവിടെ ഫോൺ വെക്കാനുള്ളൊരു ബ്രാക്കറ്റാണ്. അവിടെ ഇത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഫോണ് മൗണ്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് നമുക്ക് ഈ റിംഗ് ലൈറ്റ് ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ മുന്നേ ലൈവ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ബോക്സ് ഒക്കെ എടുത്ത് അടി പോകാറായിരുന്നു. ഒരു DIY സോഫ്റ്റ് ബോക്സ് ആണ് എങ്കിൽ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അടി പോകുന്നത്. ഈ റിംഗ് ലൈറ്റ് കൊണ്ടുപോയാൽ മതി. ഇതിന് USB ആണ് കേട്ടോ വരുന്നത്. 5 വോൾട്ട് ഇനി മതിയാവും മിക്കവാറും ഇതിന്, അതായിരിക്കും USB കൊടുത്തത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ച ഫുൾ സ്റ്റുഡിയോ യൂസിന് വേണ്ടിയിട്ടാണ്, ട്രൈപ്പോഡും ഇതും എന്താ റിംഗ് ലൈറ്റും. ഓക്കെ, ട്രൈപ്പോഡ് അത്യാവശ്യം ഹെവി ട്രൈപ്പോഡാണ്, ഞാൻ ഉദ്ദേശിച്ചില്ലാതെ ഹെവി ആയിട്ടുള്ളൊരു ട്രൈപ്പോഡാണ്. ഇനി നമുക്ക് അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റേ ലോജിടെക്കിൻ്റെ ഇത് വന്നതാണ്. ഇത് അവർ അടിപൊളിയായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ലെയർ പാക്കിംഗ് ഒക്കെ കൊടുത്തൊരു അടിപൊളിയായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു സംഭവമാണ്, ഇത് നമുക്ക് വേണ്ടിയ സാധനമല്ല, അതാണ് മാറ്റി വെക്കാം. പിന്നെ ഇത് ഞാൻ അൺബോക്സ് ചെയ്യാത്ത സാധനമാണോ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതെന്തോ ഇത് ഞാൻ ഓർഡർ ചെയ്തൊരു ചെരുപ്പായിരുന്നു. സോ ഇത് നമുക്ക് വേണ്ട സാധനമല്ല, ഇതൊക്കെ അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ടെക്ക് സാധനങ്ങൾ മാത്രം മതി. ഇത് നോൺ ടെക്ക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഉണ്ട്. ഇനി അടുത്തത് ഒരു കീബോർഡാണ്. ഇത് തന്നെ അല്ലേ എന്ന് നോക്കാം, ഈ ഒരു വേരിയൻ്റ് തന്നെ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പൊട്ടിച്ചിരുന്നു. നമുക്ക് ഏതായാലും ഫുൾ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര ബഡ്ജറ്റ് ആയിട്ടുള്ള സാധനമാണ്. അറൗണ്ട് 3000ൻ്റെ അടിയിലോട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് എനിക്ക് അന്ന് ഗ്രേറ്റ് ഇന്ത്യൻ്റെ ഒക്കെ ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ പേഴ്സണലി ആമസോണിന് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിത് ഏകദേശം 2600 പിന്നെ ബാങ്ക് ഓഫറൊക്കെ കിട്ടി. അപ്പോൾ നല്ലൊരു ഡീലിന് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ടെക് യൂണിറ്റ്സ് ഇനിയും കുറച്ച് വരാനുണ്ട്. മേ ബി ഞാൻ കൈയാണെങ്കിൽ മാക്സിമം ഫുള്ള് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. കീ പുള്ളറും അതുപോലെ തന്നെ കീ പുള്ളറും വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് സ്റ്റിക്കറും പിന്നെ അതെന്താ യൂസർ മാനുവലും. നമുക്ക് കീബോർഡ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു കീബോർഡ്. ഇത് റെഡ് സ്വിച്ചസ് ആണ് ഇതിൽ വരുന്നത്, ബ്ലൂ അല്ല. എൻ്റെ അടുത്ത് ലോജിടെക്കിൻ്റെ G512 എന്ന് പറയുന്ന ഒരു ബ്ലൂ സ്വിച്ച് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റെഡ് സ്വിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇത് കേട്ടോ. ഭയങ്കര സ്മൂത്താണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ബ്ലൂ സ്വിച്ചാണ്. ബ്ലൂ സ്വിച്ച് ഭയങ്കര ക്ലിക്ക് ആൻഡ് ടാക്റ്റൈൽ ഫീഡ്ബാക്കൊക്കെ വരുന്ന ഒരു സ്വിച്ചാണ്. അപ്പോൾ ഇതിന് ഏകദേശം 2600-നാണ് എനിക്ക് കിട്ടിയത്. മറ്റേത് ഏകദേശം നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കീബോർഡാണ്. അറൗണ്ട് 10K-ക്കാണ് ആമസോൺ റേറ്റ് വരുന്നത്. അപ്പോൾ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രീമിയം കീബോർഡ് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ല. ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കണം. പിന്നെ ഈ ബോക്സിലുള്ളത് അതിൻ്റെ കുറച്ച് സ്വിച്ചസ് വരുന്നുണ്ട്. കീ ക്യാപ്പ് അല്ല, ഈ റെഡ് സ്വിച്ചസ് കുറച്ച് വരുന്നുണ്ട്. ഇത് ഭയങ്കര ക്വൈറ്റാണ്. ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ച് തരാം, മൈക്കിൻ്റെ അടുത്ത് കേൾപ്പിച്ച് തരാം. ഭയങ്കര ക്വൈറ്റ് ആയിട്ടുള്ള കീബോർഡാണ്. പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ കീ ക്യാപ്പ് അടിയിൽ തട്ടിയിട്ടുള്ള ഒരു നോയ്സ് അല്ലാതെ വേറെ വലിയ നോയ്സൊന്നും സ്വിച്ചസിനില്ല. പക്ഷേ ബ്ലൂ സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് നല്ല ഡിഫറെൻ്റ് ആണ്. ഇത് പിന്നെ ലോക്കൽ സ്വിച്ചാണ്, ഇത് ഓട്ടോ മോഡ് ഇത് സ്വിച്ചസ് ആണ്. മറ്റേത് ചെറിയ MXO അല്ലെങ്കിൽ ലോജിടെക്കിൻ്റെ ഒക്കെ ഒരു കീസാണ്. ഓക്കെ, ഇത് ലോക്കലായിട്ടുള്ള കീസാണ്. എന്നാലും ബഡ്ജറ്റ് സീരീസിൽ ഓക്കെയാണ്, വലിയ മാറ്റം പറയാൻ. പ്രീമിയം കീബോർഡ്സ് ആകുമ്പോൾ എപ്പോഴും അതിൻ്റെ അത്ര ഒരു മാറ്റം ഉണ്ടാവും. ഈ ഒരു കീബോർഡിൻ്റെ ഡെഡിക്കേറ്റഡ് റിവ്യൂവും അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലോജിടെക് G512 എന്ന് പറയുന്ന ഒരു പ്രീമിയം ഗെയിമിംഗ് കീബോർഡിൻ്റെ റിവ്യൂവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 റിവ്യൂസ് വരുന്നുണ്ട്. അത് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഈ മൗസ്. ഓക്കെ, മൗസ് നമുക്കൊരു പ്രൊഫഷണൽ രീതിയിലൊന്ന് അൺബോക്സ് ചെയ്യാം. അത്ര പ്രൊഫഷണലൊന്നും അല്ല എങ്കിലും ഉള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് മാക്സിമം സെറ്റ് ആയിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇത് ഡേ 2 ആണ്. നമ്മൾ മറ്റേ മൗസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൈസ് മൗസ് ആട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഫുള്ള് ഇത് യൂസ് ചെയ്തു. ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനെ പറഞ്ഞുതരാം. ഇത് അടിപൊളി കേട്ടോ. വെയിറ്റ് ഒക്കെ ആഡ് ചെയ്യാം. അവിടെ ഓരോരോ ബ്രിക്സ് ഇട്ടിട്ട് വെയിറ്റ് ഒക്കെ ആഡ് ചെയ്യാം. അത്യാവശ്യം നല്ല കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു മൗസാണ്. ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല, അത്യാവശ്യം എഡിറ്റിങ്ങിനൊക്കെ നൈസാണ്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കി. ഇതിന്മേൽ നമുക്ക് കട്ട്, അതുപോലെ തന്നെ ഡിലീറ്റ് ഇതിന്മേൽ നിൽക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രോളിംഗ് വീലാണ് കേട്ടോ ഹൈലൈറ്റ്. ഇവിടെ ഫോക്കസ് ചെയ്യും. അതിന്മേൽ നിൽക്കിയിട്ട് സ്പിന്നർ പോലെ കറക്കാൻ പറ്റും. സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ
നോർമൽ. അതുപോലെ തന്നെ നമുക്ക് DPI കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തം റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റിംഗ് ഒന്നും വല്ലാതെ ഇല്ല. പിന്നെ DPI സെറ്റിംഗ്സിൻ്റെ ലൈറ്റും പിന്നെ അവിടെ ഇവിടെയാണ് മെയിൻ ലൈറ്റ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് കൺട്രോളബിളും ആണ്. അതിന് ഡെഡിക്കേറ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അഗൈൻ താങ്ക്സ് പറയണം നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ബാംഗ്ലൂരിനോട്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ഇന്നലെ കിട്ടിയ സാധനങ്ങൾ. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ വലിയൊരു ബോക്സ് വന്നിട്ടാണ്, അത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് എനിക്കും വലിയൊരു ഐഡിയ ഇല്ല, നോക്കണം. അതെന്താണെന്ന് നോക്കിയിട്ടില്ല. ഓക്കെ, പിന്നെ വേറെ 2 ബോക്സ് കൂടെ വന്നിട്ടുണ്ട്. ഒരു SSD, ഇത് ക്രൂഷ്യലിന് 240 GB ഒരു BX500 സീരീസിൽ വരുന്നൊരു SSD ആണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തുകൊണ്ട് എടുത്തതെന്ന് വെച്ചാൽ ഒന്നാമത് നല്ലൊരു ഡീൽ ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങളിത് എടുക്കാൻ പാടില്ല കേട്ടോ, കാരണം ഇതെൻ്റെ പേഴ്സണൽ PC-യിലോട്ട് വാങ്ങിയതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. അല്ലാതെ SSD, ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ PC കോമ്പോണൻസ് ഒന്നും ഞാൻ വലുതായിട്ട് ആമസോണിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നൊന്നും വല്ലാതെ വാങ്ങാറില്ല. ഓക്കെ, ഞാൻ കൂടുതൽ ഓഫ്ലൈനിൽ തന്നെയാണ് എടുക്കാറ്. ഞാൻ ഒന്നാം പെരിഫറൽസ് ഞാൻ ആമസോണിൽ നിന്ന് എടുക്കാൻ റെക്കമെൻഡ് ചെയ്തു. നിങ്ങൾ ഡീൽ എവിടെയാണ് കിട്ടുന്നത് അതിനനുസരിച്ച് എടുക്കുക. അത് വെച്ച് ആമസോണിൽ ചിലപ്പോൾ ഡീൽ കുറവുണ്ടാവും, അത് ഞാൻ എടുക്കാൻ നല്ല, കാരണം വാറൻറ്റിയൊക്കെ കുറച്ച് റിസ്ക്കാണ്. ഇത് പിന്നെ വലിയ സീനില്ല, എനിക്ക് എൻ്റെ പേഴ്സണൽ PC-യിലോട്ട് തന്നെയാണ്. ഇതിപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ക്രൂഷ്യലിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് എടുക്കുകയൊക്കെ വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് പണിയാവും ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷേ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഓഫ്ലൈനൊക്കെ ആയിട്ടും പ്രോസസ്സർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ക്ലിയർ ചെയ്ത് വാറൻറ്റിയൊക്കെ സിമ്പിളായിരിക്കും. ഇത് നിങ്ങളിപ്പോൾ ഒരു ഗിഗാബൈറ്റിൻ്റെ മദർ ബോർഡ് എടുക്കുകയാണെങ്കിൽ ആ ഗിഗാബൈറ്റിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര തലവേദനയാണ്. സോ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ. അപ്പം SSD നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്തോ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു ബിഗ് ബില്യൺ ടൈം ഗ്രേറ്റ് ഇന്ത്യനെ കണ്ടായതുകൊണ്ടാണ് ഇത് നല്ലൊരു ഡീലിന് കിട്ടിയത്, അല്ലെങ്കിൽ SSDക്കൊന്നും വലിയൊരു ഡീലൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ക്യാബിനറ്റ് ഞാൻ ആമസോണിൽ തന്നെ എടുക്കാറ്, കാരണം അത് നല്ലൊരു ഡീലിന് നമുക്ക് കിട്ടാറുണ്ട്. കാരണം ക്യാബിനറ്റിന് വലുതായിട്ട് അടിച്ചു പോകാനൊന്നുമില്ല. മേ ബി ഒരു ഫാൾട്ടി ക്യാബിനറ്റ് ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഫ്രണ്ട് പാനൽ LED മാത്രമേ അടിച്ചു പോകുള്ളൂ. അപ്പോൾ പിന്നെ അതൊന്നും വലിയതായിട്ട് വരില്ല. ആൻറ്റി സ്പോർട്സിൻ്റെ ആയാലും ഡീപ്പ് കൂളിലായാലും ഞാൻ ഡയറക്റ്റ് ഇതാക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇതും വരുന്നില്ല. നിങ്ങൾ സ്വന്തം എടുക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല, ക്യാബിനറ്റ് വലിയ കുഴപ്പമില്ല. പക്ഷേ SSD ഒക്കെ പിന്നെയും കുഴപ്പമില്ല എടുക്കാം. മദർ ബോർഡ്, പ്രോസസ്സർ ഇങ്ങനത്തെ ഒന്നും ഒരിക്കലും എടുക്കരുത്. നമുക്ക് ഇനി ആ വലിയ ബോക്സ് അൺബോക്സ് ചെയ്യാം. അതുകൊണ്ട് മാറ്റി വെക്കാം. ഇത് ഞാൻ ഇവിടുന്ന് തന്നെ അൺബോക്സ് ചെയ്യാം കേട്ടോ, കാരണം ഇവിടെ ഇന്ന് വേറെയും കുറേ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്നൊന്നുമല്ല, PC കോമ്പോണൻറ്റ് മോണിറ്റർ കാര്യങ്ങളൊക്കെ, ഒരു യൂസ്ഡ് മോണിറ്ററൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിരുന്നില്ല, കാരണം അത് വേറെ സംഭവങ്ങളാണ്. ഓക്കെ, ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതും ഗ്രേറ്റ് ഇന്ത്യയിലേക്ക് വാങ്ങിയത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ക്യാബിനറ്റാണ് കേട്ടോ. ഇത് ക്യാബിനറ്റ് മാത്രമല്ല, ഇതിൽ വേറെയും കുറേ സംഭവമുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അതന്നെ ക്യാബിനറ്റ് ഉണ്ട്. ക്യാബിനറ്റ് ആൻറ്റി സ്പോർട്സിൻ്റെ ICE 200 TG ആണ്. ഇതിന് ഏകദേശം 3000 സംതിങ് വരുന്നൊരു ക്യാബിനറ്റാണ്. ഇതെനിക്ക് കിട്ടിയത് ഏകദേശം 2000 സംതിങ്ങിന് കിട്ടി. എനിക്ക് കിട്ടുന്ന റേറ്റിന് തന്നെയാണ് ഞാൻ അവർക്കും കൊടുക്കുന്നത്, ഈ ആമസോണിൽ നിന്ന് എടുക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അവർക്കും നല്ലൊരു ഡീലായി, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ അവർക്ക് ആ ഡീൽ കിട്ടിയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഞാൻ ഏറ്റെടുക്കും. ഇഷ്യൂസൊന്നും വരില്ല, ക്യാബിനറ്റിനൊന്നും വലിയ സീനൊന്നുമില്ല. ഓക്കെ, ബട്ട് ഒരു തവണ എനിക്ക് ആൻറ്റി സ്പോർട്സിൻ്റെ അല്ല ആൻടെക്കിൻ്റെ NX310 ഒരു ഫാൾട്ടി ക്യാബിനറ്റ് കിട്ടി. അത് ഓഫ്ലൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് റീപ്ലേസ് ചെയ്തൊക്കെ കിട്ടിയ വലിയ സീൻ ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചിരുന്നില്ല, സീൽഡ് ബോക്സ് ആണ്, കാരണം ഇത് ആ ബിൽഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇത് കീബോർഡ് ആൻഡ് മൗസ് കോംബോ ആണ്. ഇത് ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് തന്നെയാണ്. നല്ലൊരു ഡീൽ ഉണ്ടായതുകൊണ്ട് ആമസോണിൽ നിന്ന് എടുത്താണ്. ഇത് അവർ എന്നോട് പൊട്ടിച്ച് നോക്കി ചെക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബേസിൽ നമുക്ക് ഇതും പൊട്ടിച്ച് നോക്കാം. ഇത് സീൽഡ് കേട്ടോ, ഞാൻ കേരളത്തിൽ കാണിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. ഇത് അവരെന്നോട് പേഴ്സണലി പറഞ്ഞാണ്, ഇങ്ങനെ ഇതാക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി. ഇതാണ് മൗസ്. കീബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. മെംബ്രെയിനാണ് കേട്ടോ, മെക്കാനിക്കലൊന്നും അല്ല. ഇതിന് ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതെന്താന്ന് നോക്കാം. ഇത് ഞാനും എക്സൈറ്റഡ് ആണ്. ഇതെന്താന്ന് എനിക്കും അറിയില്ല. എന്താന്ന് ഇതുവരെയായിട്ട്? ഇത് മറ്റേ സാധനമാണ്. ഇത് ഹാർഡ് ഡിസ്കിൻ്റെ ഒരു കൺവേർട്ടറാണ് കേട്ടോ. അത് തന്നെ. ഇത് ഈ ഹാർഡ് ഡിസ്ക്, നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്ക്, അതായത്
ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിന് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ടൊരു USB 3.0 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ജസ്റ്റ് കൺവേർട്ടറാണ് ഇത്. എനിക്ക് മെയിൻ യൂസിലൊരു സാധനമാണ്. അതായത് PC ബിൽഡൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഹാർഡ് ഡിസ്ക്, ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിന് പകരമായിട്ട് എൻ്റെ PCയിൽ തന്നെ അവരുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. 2000 GB ഗെയിം ഉണ്ട്. അപ്പോൾ എൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നടക്കില്ല. അതുകൊണ്ട് ഇൻറ്റേർണലിൽ നിന്നും കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് കൺവേർഷനാണ്. തോന്നുന്നു ഇതിന് 800, 900, 1000 ആ റേഞ്ചിട്ടാണ് വരുന്നത്. 850 ആ റേഞ്ചിട്ടാണ് വരുന്നത്. കറക്റ്റ് ഓർമ്മയില്ല. ഈ ഒരു സാധനത്തിൻ്റെ കാര്യം ആക്ച്വലി മറന്നിരുന്നു. ഇപ്പോഴാണിത് വന്നപ്പോൾ ഓർക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത് ഡേ 3 ആണ്. അപ്പോൾ ഇന്നും കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് 2 വന്നിട്ടുള്ളൂ. മറ്റേത് ഓൺ ദി വേ ആണ്, അവർ വിളിച്ചിരുന്നു. മറ്റേത് ഓൺ ദി വേ ആണ്. ഇത് ആമസോണിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. ആമസോണിൽ നിന്ന് ഇനിയും വരാനുണ്ട്. അപ്പോൾ ഒക്കെ ഓൺ ദി വേ ആണ്. അത് വലിയ സാധനങ്ങൾ കൊണ്ടുവരുന്ന ടീമാണ് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് പവർ ബാങ്ക് ആവാനാണ് ചാൻസ്. ഇത് സബ്രോണിക്സിൻ്റെ 10,000 മെഗാഹെർട്സിൻ്റെ, സോറി മെഗാഹെർട്സ് അല്ല, mAhൻ്റെ ഒരു പവർ ബാങ്ക് ആണ്. ഈ ചെറിയ USB കേബിൾ കിട്ടുന്നുണ്ട്. Type-C ഒന്നുമല്ല കേട്ടോ, നോർമലാണ്. ഇപ്പോൾ ഇതാണ് നമ്മളെ പവർ ബാങ്ക്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഇവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവർ ബാങ്ക് തന്നെയാണ്. ഞാൻ വലുതായിട്ട് പവർ ബാങ്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ നല്ലൊരു ഡീലിന് കിട്ടിയപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ. പിന്നെ ഇതെന്താണെന്ന് വലിയൊരു ഐഡിയ ഒന്നുമില്ല. ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു വല്ല ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനാണ് ചാൻസ്. മേ ബി ടെക് റിലേറ്റഡ് ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് മറ്റേ ഹെഡ്സെറ്റിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. ഞാൻ സെറ്റപ്പ് 2.0 ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. നല്ല അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ മെറ്റൽ വലുതായിട്ട് വലിയൊരു ഫിനിഷിംഗ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വലിയ സീനില്ലാത്തൊന്നും തന്നെ. ഇതിന് 600, 650, 680 ആ റേഞ്ചൊക്കെയാണ് ഇതിന് വരുന്നത്. അതിനുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അഗൈൻ അങ്ങനെ 2 സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റത്തെ 2 സാധനം കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഫുള്ള് ഈ എപ്പിസോഡ് തന്നെ കഴിഞ്ഞു. എപ്പിസോഡ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു വീഡിയോ അതിൻ്റെ ചെയ്യും. അപ്പോൾ ഞാനൊരു ബിൽഡിൻ്റെ ഇടക്കായിരുന്നു. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ പാർട്സൊക്കെ മാറ്റി വേറെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇതിന്ന് അൺബോക്സ് ചെയ്യാം. ഇത് മറ്റേ ഫാനാണ്. USB. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു USB ഫാനാണ്. അതും റീചാർജബിൾ ആയിട്ടുള്ളൊരു USB ഫാനാണ് കേട്ടോ. PC യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, പെട്ടെന്ന് നമ്മളെ കൈ ഇതാവും. ഓക്കെ, വിയർക്കുന്ന ആ ഒരു പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാങ്ങിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇനി ഈ ഒരു ബോക്സിൽ എന്താ നോക്കാം. ഓക്കെ, ഇത് ടൈറ്റാൻ്റെ ക്ലോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതോടെ നമ്മൾ ഈ ഒരു വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സാധനങ്ങളാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഡേ ആൻഡ് ബിഗ് ബില്യൺ ഡേയ്സിനെ വാങ്ങിച്ചത്. ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവമൊന്നും അല്ല. എന്നാലും ഞാൻ ജസ്റ്റ് വാങ്ങിയത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഈ ഒരു സാധനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ്, ഞാൻ വാങ്ങിച്ച ആ ബ്രാൻഡിൻ്റെ ഒക്കെ എടുത്തോ, അടിപൊളിയാണ്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം വാങ്ങിച്ചത്. ഇതിൻ്റെ മുന്നേ ഞാൻ അൺബോക്സ് ചെയ്ത ആ ഹെഡ്സെറ്റിൻ്റെ സ്റ്റാൻഡ് ഒരിക്കലും വാങ്ങല്ലേ, അത് പറ്റ ലോക്കലായിരുന്നു, ഞാൻ റിട്ടേൺ ചെയ്തു. ഓക്കെ, ബാക്കിയെല്ലാം അടിപൊളിയാണ്. എനിവേ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കണ്ടന്റ്, ഇതുപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതിലുള്ള ചില സാധനങ്ങൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സാധനങ്ങളുടെയൊക്കെ ഡെഡിക്കേറ്റഡ് റിവ്യൂ വരും, എസ്പെഷ്യലി നമ്മുടെ ലോജിടെക്കിൻ്റെ G50. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് തന്നെ കാണാം. സീസൺ ബൈ.